ഒക്ടോബറിൽ നടക്കുന്ന ആമസോൺ സിനഡിന്റെ കർമ്മ പദ്ധതികൾക്കായി ആഗോളസഭ ഉറ്റുനോക്കുമ്പോൾ പ്രദേശത്തെ അവകസിത മേഖലകളിൽ ആതുര ശുശ്രൂഷ സേവനം ലക്ഷ്യമിട്ട് പോപ്പ് ഫ്രാൻസിസ് ഹോസ്പിറ്റൽ ഷിപ്പ് പ്രവർത്തനം തുടങ്ങി. ആമസോൺ മേഖലയിലെ അനേകം രോഗികൾക്ക് സാന്ത്വനവും ശുശ്രൂഷയും നൽകുകയാണ് ഒഴുകുന്ന കപ്പൽ ആശുപത്രിയുടെ ലക്ഷ്യം. എല്ലാ മനുഷ്യർക്കും യേശു നൽകുന്ന ജീവന്റെ സമൃദ്ധി പ്രഘോഷിക്കാനും മികച്ച ആരോഗ്യം നൽകുവാനും പുതിയ കപ്പൽ ആശുപത്രിക്ക് കഴിയട്ടെ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആശംസ നേർന്നു. ബ്രസീലിലെ ഒബിദോസ് രൂപത ബിഷപ്പും ഫ്രാൻസിസ്കൻ സഭാംഗവുമായ ബിഷപ്പ് ബെർണാർഡോ ബാൽമാനിന്റെ നേതൃത്വത്തിലാണ് കപ്പൽ ആശുപത്രിക്ക് രൂപം നൽകിയത്. ആമസോൺ നദിയിലൂടെ 1000 കിലോമീറ്റർ ദൂരത്തിൽ കപ്പൽ ആശുപത്രിയുടെ ആതുര ശുശ്രൂഷ സേവനം ലഭ്യമാകും. ആരോഗ്യ പ്രവർത്തകർക്കും മിഷണറിമാർക്കും അപ്രാപ്യമായ ആമസോൺ സമൂഹങ്ങൾക്ക് ശാരീരികവും ആത്മീയവുമായ പരിചരണങ്ങൾ ലഭ്യമാക്കുകയാണ് കപ്പലിന്റെ ലക്ഷ്യം. ആരോഗ്യ വിദഗ്ധരും മിഷണറിമാരും അടങ്ങുന്ന ജീവനക്കാരാണ് സഞ്ചരിക്കുന്ന ആശുപത്രിയിലൂടെ 7 ലക്ഷത്തോളം പേർക്ക് സേവനങ്ങൾ എത്തിക്കുന്നത്. രോഗികളെ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രഘോഷിക്കാനുമുള്ള കർത്താവിന്റെ കൽപ്പനയോടുള്ള പ്രത്യുത്തരമാണ് ഹോസ്പിറ്റൽ ഷിപ്പ് എന്ന് മാർപ്പാപ്പ കത്തിലൂടെ അറിയിച്ചു. വിവേചനങ്ങളും വ്യവസ്ഥകളുമില്ലാതെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന സഭയുടെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് കപ്പൽ എന്നും പാപ്പ പറഞ്ഞു. വെള്ളത്തിന് മുകളിൽ നടന്ന യേശു ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചതുപോലെ ഫ്രാൻസിസ്കൻ സമൂഹത്തിന്റെ ഈ ഉദ്യമം വിശ്വാസത്തിന്റെയും ക്രിസ്തീയതയുടെയും അടയാളമാകട്ടെ എന്നും പാപ്പ ആശംസിച്ചു. അടിയന്തര ചികിത്സയ്ക്ക് പുറമെ ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ, ലാബുകൾ, വാക്സിനേഷൻ എന്നിവയും കപ്പലിൽ ലഭ്യമാകും. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.